എല്ലാവർക്കും നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 എപ്പിസോഡ് 11 റിവ്യൂ ആണ്. എപ്പിസോഡിലേക്ക് വന്നാൽ രാവിലെ തന്നെ കിച്ചണിൽ അനീഷും ജിസേലും തമ്മിലുള്ള ഒരു സംസാരമാണ് കാണിക്കുന്നത്. ജിസേല് പൊതുവെ അടുക്കളയിൽ കയറിയതിന് ശേഷം കുറച്ച് കമാൻഡിങ് രീതിയിലാണ് സംസാരിക്കുന്നത്. അപ്പോൾ ബിൻസിൻ്റെ അടുത്ത് എന്തോ ഒരു കാര്യം പറഞ്ഞപ്പോൾ ആ രീതിയിൽ സംസാരിച്ചു. അപ്പോൾ ബിൻസിനെ സപ്പോർട്ട് ചെയ്തിട്ട് അനീഷ് സംസാരിക്കുകയാണ്. ജിസേല് ബിൻസിക്കും കാര്യങ്ങൾ അറിയാം, നോർമലായിട്ട് പറഞ്ഞാൽ മതി, ഈ ബോസി ടോണിൽ പറയേണ്ട ആവശ്യമില്ല. അപ്പോൾ ജിസേല് പറയുന്നു, നീയോ അങ്ങനെ തന്നെയല്ലേ സംസാരിക്കുന്നത്, നീ മര്യാദയ്ക്കാണോ സംസാരിക്കുന്നത് എന്നൊക്കെ അനീഷിൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബിൻസിയും പറയുന്നു, അതല്ല ജിസേല് പൊതുവേ സംസാരിക്കുമ്പോഴത്തേക്കിനും കമാൻഡ് ചെയ്യുന്ന രീതിയിലാണ് സംസാരിക്കുന്നത്, അത് ശരിയല്ല, മര്യാദയ്ക്ക് പറഞ്ഞാൽ മതി, നമുക്ക് മനസ്സിലാകും എന്നുള്ളത്. ശേഷം ഷാനവാസും ആദിലയും നൂറയും അനുവും കൂടെ എന്ന് സംസാരിക്കുകയാണ്. വിഷയം ജിസേലാണ്. ജിസേല് രഹസ്യമായിട്ട് മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട്. ബിഗ് ബോസ് തിരിച്ചു കൊടുക്കാൻ പറഞ്ഞിട്ടുള്ള പല സാധനങ്ങളും ജിസേൽ ഇതുവരെ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പോൾ ആദിലയും നൂറയും അനുമോളും ജിസേലിൻ്റെ പുറകെയാണ്. ജിസേൽ എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്, എവിടെയാണ് ഇത് രഹസ്യമായിട്ട് വെച്ചിരിക്കുന്നതെന്നൊക്കെ അറിയാനുള്ളൊരു അന്വേഷണത്തിലാണ് ഇവർ. നൂറ ചോദിക്കുന്നുണ്ട്, എത്ര പറഞ്ഞിട്ടും ഈ ജിസേലിന് കാര്യം മനസ്സിലാവാത്തതെന്ന്. അപ്പോൾ ഷാനവാസ് പറയുന്നു, പറഞ്ഞിട്ട് മനസ്സിലാക്കാത്തവരെ മനസ്സിലാക്കി കൊടുക്കണം എന്നുള്ളത്. ഷാനവാസ് മാക്സിമം ഇവരെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഈ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം അനു പോയി കിടന്നുറങ്ങുന്നു, പട്ടി വരയ്ക്കുന്നു. അപ്പോൾ ബാക്കിയുള്ള വീട്ടുകാരെല്ലാവരും കൂടെ പോയി അനുവിന് ചുറ്റിനും നിൽക്കുന്നു. നമുക്കിനി ഒരു റേഷനും കിട്ടൂല ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ. ഓരോ പ്രാവശ്യം ഉറങ്ങുമ്പോഴും ഓരോരോ സാധനങ്ങളായിട്ട് വെട്ടി കുറച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ സംസാരിച്ചുകൊണ്ടിരുന്ന ആൾക്കാരോട് പറയുന്നുണ്ട്, നിങ്ങളെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ടേ ഈ അനുമോൾ ഉറങ്ങാതിരിക്കാനെന്ന്. അനുമോൾക്ക് ഇതിപ്പോൾ സ്ഥിരം പരിപാടിയായിട്ടുണ്ട്, ദിവസവും ഉറങ്ങലാണ് പണി. അത് കഴിഞ്ഞിട്ട് അനുമോളും ശൈത്യം കൂടെ അകത്തിരിക്കുന്ന സമയത്ത് ജിസേൽ വന്നിട്ട് ഇവരോട് ചോദിക്കുന്നു, നിങ്ങൾ ഇവിടുന്ന് എന്തെങ്കിലും എടുത്തായിരുന്നോ എന്ന്. അപ്പോൾ ജിസേൽ എന്തോ ഒളിപ്പിച്ച് വെച്ചത് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നു, ഇല്ല ഒന്നും എടുത്തിട്ടില്ല, എന്തിനാ ഞങ്ങളോട് ഒന്ന് ചോദിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഞാനിവിടെ എല്ലാവരോടും ചോദിച്ച് ഇവിടെ വെച്ചിട്ട് അത് കാണുന്നില്ല എന്ന് ജിസേൽ പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം ബിൻസി, ശാരിക, ശരത്ത്, ബിന്നി ഇവർ 4 പേരും കൂടി ഇരുന്നിട്ട് ഷാനവാസിനെതിരെ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ബിൻസി പറയുന്നു, അയാൾ വന്ന ദിവസം തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട് അയാൾ നല്ലൊരു ആക്ടറാണ് എന്നുള്ളത്. അപ്പോൾ അവിടെ ഷാനവാസ് അഭിനയിച്ചിട്ടാണ് നിൽക്കുന്നത് എന്നുള്ളതാണ് ബിൻസി പറയുന്നത്. അതുപോലെ തന്നെ ഭയങ്കരമായിട്ട് മാനിപ്പുലേറ്റ് ചെയ്യും. ഇപ്പോൾ ആദിലേനെ നൂറേനെയാണ് പിടിച്ചിരിക്കുന്നത്, അവരും കുറച്ച് കഴിയുമ്പോഴത്തേക്കിനും അത് മനസ്സിലാക്കിക്കോളൂ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ഇവരുടെ ഈ സംസാരമൊക്കെ കഴിഞ്ഞതിന് ശേഷം നെവിൻ, അനു, ശൈത്യ, രേണു ഇവരെല്ലാവരും കൂടി ഇരുന്നിട്ട് മറ്റേ അക്കത്ത് താനാരമ്പത്ത് കളിക്കായിരുന്നു. അതിനിടയ്ക്ക് രേണു ഒരു കൗണ്ടറൊക്കെ അടിക്കുന്നുണ്ട്. നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കുക. പിന്നീടാണ് കോൾഡ് വാർ ടാസ്ക് കൊടുക്കുന്നത്. നമ്മുടെ മിഡ് വീക്ക് സസ്പെൻഷനിൽ നിന്നിട്ട് രക്ഷപ്പെടാനുള്ള 2ാമത്തെ ടാസ്ക് കോൾഡ് വാർ. ആക്ടിവിറ്റി ഏരിയയിൽ 6 ഫ്രിഡ്ജുകൾ ഉണ്ടാവും, കുറേ സാധനങ്ങളും പുറത്തുണ്ടാവും. അപ്പോൾ ഈ സഹായികളായിട്ടുള്ള ആൾക്കാർ ഈ സാധനങ്ങൾ കളക്ട് ചെയ്ത് മാക്സിമം സാധനങ്ങൾ ഫ്രിഡ്ജിൽ നിറയ്ക്കുക എന്നുള്ളതായിരുന്നു ടാസ്ക്. പറഞ്ഞത് അതേപടി അവരെല്ലാവരും അനുസരിച്ചു. കണ്ണി കണ്ട സാധനങ്ങളെല്ലാം കൂടെ വലിച്ചു വാരി ഫ്രിഡ്ജിൻ്റെ ഉള്ളിൽ വെച്ച് അടച്ചു. എന്നിട്ട് എല്ലാവരും കുത്തിയിരുന്ന് കൗണ്ട് ചെയ്തു. അതിനുശേഷം ബിഗ് ബോസ് ഇവരോട് പറയുകയാണ്, ഞാൻ സാധാരണ എൻ്റെ ഫ്രിഡ്ജിൽ ഈ പാവകളും തുണിയും അപ്പൂപ്പനെയും അമ്മുമ്മേനെയും ടൂൾ ബോക്സും ഒന്നും വെക്കാറില്ല, നിങ്ങളതൊക്കെ വെക്കാറുണ്ടോ എന്ന് ചോദിക്കുന്നു. ഒരു ടാസ്ക് തന്നു എന്ന് കരുതി അന്ധമായിട്ട് പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യാതെ ഒരു ലോജിക്കില്ലേ എന്ന് ബിഗ് ബോസ് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ ഈ എടുത്ത സാധനങ്ങളിൽ നിന്നിട്ട് ഫ്രിഡ്ജിൽ വെക്കാൻ പാടില്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റുന്ന പച്ചക്കറികളുടെ രൂപത്തിലുള്ള ഈ പ്ലാസ്റ്റിക് കൊണ്ട് ഉണ്ടാക്കിയിട്ടുള്ള പച്ചക്കറികളുടെ ഫോട്ടോകൾ, അതേപോലെ തൈര്, വാട്ടർ, ഇതൊക്കെ കൂടെ പിന്നെ തിരിച്ചു വെച്ച് അത് ഓരോരുത്തരും കളക്ട് ചെയ്തിട്ടുള്ളത് കൗണ്ട് ചെയ്യുന്നു. അതിൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കളക്ട് ചെയ്തിട്ടുള്ളത് ഒണിയിലാണ്. അപ്പോൾ ഒണിയിലിനാണ് 1ാം സ്ഥാനം ഇന്നത്തെ ടാസ്കിൽ. 2ാമത് റെന, 3ാമത് രേണു, 4ാമത് സരിക, 5ാമത് അനീഷ്, 6ാമത് ശാരിക. അപ്പോൾ ഇന്നത്തെ ടാസ്കിലുള്ള പോയിന്റ് നിലയാണ്. ടോട്ടൽ ഇന്നലത്തെ ടാസ്കും ഇന്നത്തെ ടാസ്കിലും കൂടെ ആയിട്ട് ഏറ്റവും മുന്നിൽ നിൽക്കുന്നത് റെനയാണ്, 2ാമത് നിൽക്കുന്നത് ഒണിയിലാണ്, 3ാമത് രേണു, 4ാമത് സരിക, 5ാമത് അനീഷ്, 6ാമത് ശാരിക. അത് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസ് എല്ലാവരെയും കൂടെ ലിവിങ് ഏരിയയിൽ വിളിപ്പിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ ശരിക്കും ലൈവിൽ കണ്ട സമയത്ത് എനിക്കൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അനീഷ് എന്താണ് ശരിക്കും പറയാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് മനസ്സിലാവുന്നില്ലായിരുന്നു, ഭയങ്കര ഒച്ചപ്പാടും ബഹളമൊക്കെ ആയിട്ട്. പക്ഷെ എപ്പിസോഡിൽ കണ്ട സമയത്ത് എനിക്ക് തോന്നിയത് അനീഷ് പറയുന്നതിലും കുറച്ച് ന്യായമുണ്ട് അനീഷിൻ്റെ ഭാഗത്ത് നിന്നുകൂടി ചിന്തിക്കുന്ന സമയത്ത്. അപ്പോൾ എല്ലാവരെയും ഈ ലിവിങ് ഏരിയയിൽ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് ഈ 6 പേരോടും കൂടി പറയുകയാണ്, ഈ മിഡ് വീക്ക് സസ്പെൻഷനിലുള്ള ചിലർ പറയുന്നത് കേട്ടു ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള സഹായികൾ അത്ര പോരാന്ന് പറയുന്നത് കേട്ടു എന്ന്.
അപ്പോൾ ഓരോരുത്തരെയായിട്ട് വിളിച്ചിട്ട് അവരുടെ സഹായികളുടെ പെർഫോമൻസിനെ പറ്റിയിട്ട് ചോദിക്കുകയാണ്. ആദ്യം വന്നത് ഒണിയിലാണ്. ഒണിയിൽ പറയുന്നു, ഞാൻ ഇന്നലത്തെ ടാസ്കിൽ ഞങ്ങൾ ശരിക്കും 4ാമതായിരുന്നു, പക്ഷേ ഇന്ന് അവർ നന്നായിട്ട് കളിച്ച് എന്നെ 1ാമത് എത്തിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തന്നെ ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണെന്ന് പറയുന്നു. അതിനുശേഷം ശാരികയാണ് വരുന്നത്. ശാരിക പറയുന്നു, എനിക്ക് ബിന്നീൻ്റെ പെർഫോമൻസിൽ അത്ര ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പക്ഷേ ആദിലേൻ്റെയും നൂറേൻ്റെയും പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അപ്പോൾ ബിന്നീൻ്റെ പ്രശ്നം പറയുന്നത്, ബിന്നി ഇന്നലത്തെ ടാസ്കിലും ചെറിയൊരു മിസ്അണ്ടർസ്റ്റാൻഡിങ് അവിടെ വരുത്തി, ഇന്നത്തെ ടാസ്കിലും അതേപോലെ തന്നെ ചെയ്തു എന്ന് പറയുന്നു. അപ്പം ആദില അതിനെ സപ്പോർട്ട് ചെയ്തിട്ട്, അതായത് ശാരികേനെ സപ്പോർട്ട് ചെയ്തിട്ട് പറയുകയാണ്, ഇന്നലത്തെ ടാസ്ക് തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബിന്നീൻ്റെ അടുത്ത് ഈ കളിമണ്ണിലേക്ക് ഇറങ്ങി കളിക്കുന്നത് ബിന്നി തന്നെ ഇറങ്ങുമെന്ന് ചോദിച്ചപ്പോൾ ഇറങ്ങിക്കൊള്ളാം, അതിന് പ്രശ്നമൊന്നും ഇല്ലയെന്ന് പറഞ്ഞിരുന്നതാണ്. അപ്പോൾ ഈ ഡ്രസ്സിൻ്റെ കാര്യം അവർ പറഞ്ഞു, ചിലപ്പോൾ ബിഗ് ബോസ് മാറാനായിട്ട് ഡ്രസ്സ് തരുമെന്ന് നേരത്തെ പറഞ്ഞിരുന്നു. പക്ഷേ ആക്ടിവിറ്റി ഏരിയയിൽ ചെന്നതിന് ശേഷം അവസാന നിമിഷം ബിന്നി പറയുന്നു, ബിന്നിക്ക് ഇറങ്ങാൻ കഴിയില്ല, വേറെ ഡ്രസ്സ് തരുമോ എന്നറിയില്ല എന്നും പറഞ്ഞിട്ട് ബിന്നി ഇറങ്ങിയില്ല. അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കി എന്ന് പറയുന്നു. ഇന്നത്തെ ടാസ്കിലും നൂറ മാത്രമാണ് പോയിട്ട് ഈ സാധനങ്ങൾ മാക്സിമം കളക്ട് ചെയ്തുകൊണ്ട് വന്നത്. ബിന്നി എന്ത് ചെയ്തു, ഒരു വലിയ സ്യൂട്ട് കേസുമായിട്ട് ആ ഫ്രിഡ്ജിൻ്റെ ഫ്രണ്ടിൽ പോയി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു എന്ന്. അപ്പോൾ ബിന്നി അതിൽ പറയുന്നത്, അത് ശരിക്കും ആ ടാസ്ക് കളിക്കാൻ ഒരു സ്ട്രാറ്റജി ഉപയോഗിച്ചിരുന്നു, പക്ഷേ അത് എക്സിക്യൂട്ട് ചെയ്ത സമയത്ത് അത് ശരിയായില്ല, അതുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. ഞാൻ ആത്മാർത്ഥമായിട്ട് തന്നെയാണ് ആ ടാസ്ക് ചെയ്തിട്ടുള്ളത്, അതെൻ്റെ ഭാഗത്തുനിന്ന് വന്ന കുഴപ്പമല്ല എന്ന് ബിന്നിയും പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷമാണ് അനീഷ് വരുന്നത്. അപ്പോൾ അനീഷ് പറയുന്നത്, ഞാൻ ഇന്നേ വരെ എൻ്റെ സഹായികളെ പറ്റിയിട്ട് മോശമായിട്ട് എന്തെങ്കിലും പറയുകയോ അവരെ തള്ളി പറയുകയോ ഒരു എതിരഭിപ്രായം പറയുകയോ ചെയ്തിട്ടില്ല. കാരണം എൻ്റെ സേഫ്റ്റി അവരുടെ കയ്യിലായതുകൊണ്ട് തന്നെ ഞാൻ അവരെ മാക്സിമം മോട്ടിവേറ്റ് ചെയ്യാനാണ് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ ഇങ്ങനൊരു സാഹചര്യം വന്നതുകൊണ്ടും എൻ്റെ സേഫ്റ്റി ഞാൻ തന്നെ ഏറ്റെടുക്കേണ്ടി വരും എന്നുള്ളത് കൊണ്ടും ബിഗ് ബോസ് ഇങ്ങനൊരു അവസരം തന്നതുകൊണ്ട് ഞാൻ പറയുകയാണ്, എൻ്റെ സഹായികളുടെ പെർഫോമൻസിൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല, പ്രത്യേകിച്ച് ഇന്നലത്തെ ടാസ്കിൽ. എന്നിട്ട് അനീഷ് പറയുന്നു, ഇന്നലത്തെ ടാസ്കിൽ ശരത്തിന് കറക്റ്റായിട്ട് ആ താക്കോല് കളക്ട് ചെയ്ത് തുറക്കാൻ പറ്റാതിരുന്നത് ശരത്ത് വല്ലാതെ ടെൻഷനായിട്ട് ഒരു അണ്ടർ പ്രഷറിൽ പോയിട്ട് നിൽക്കുന്നത് കൊണ്ടാണ്. തിങ്ക് ചെയ്യാനായിട്ട് പറ്റിയിട്ടില്ല, ചിന്തിക്കാൻ പറ്റാതെ ബ്ലാങ്ക് ആയിട്ട് നിൽക്കുന്നത് പോലെയാണ് തോന്നിയത്. പല പ്രാവശ്യം ശരത്തിൻ്റെ അടുത്ത് പിന്നെ ടെൻഷൻ ആവണ്ട, മാക്സിമം ചെയ്യുമെന്ന് പറഞ്ഞിട്ട് പോലും അത് ആ ഒരു ടെൻഷൻ കൺട്രോൾ ചെയ്തിട്ട് ശരത്തിന് പ്രോപ്പറായിട്ട് ലോക്ക് തുറക്കാൻ പറ്റിയിട്ടില്ല. അതേപോലെ തന്നെ അനിമോള് റൂള് ബ്രേക്ക് ചെയ്തിട്ടാണ് ഈ കളിമണ്ണിലേക്ക് ഇറങ്ങിയിട്ടുള്ളത്. ഈ സേഫ്റ്റി ഗിയറുകൾ മുഴുവനും ധരിക്കാതെയാണ് ഈ കോയിൻ കളക്ട് ചെയ്യാൻ ഇറങ്ങിയത്. അവസാനം അനീഷ് ദേഷ്യപ്പെട്ടതിന് ശേഷമാണ് അനിമോള് തിരിച്ചു കയറിയിട്ട് ഈ കോയിൻസ് ഈ സേഫ്റ്റി ഗിയറുകളിട്ട് പിന്നീട് പോയിട്ട് കോയിൻസ് കളക്ട് ചെയ്യാൻ നിന്നിട്ടുള്ളത്. അപ്പോൾ അത്രയും നേരം ഈ സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇന്നലെ ലൈവ് കണ്ടിരുന്ന സമയത്ത് എനിക്കും അങ്ങനത്തെ ഒരു സംശയം ഉണ്ടായിരുന്നു, ഇവർ മനഃപൂർവ്വം, കാരണം ശരത്താണ്, അവർക്ക് ഉറപ്പായിട്ടും അനീഷിൻ്റെ അടുത്ത് ദേഷ്യമുണ്ട്. അപ്പോൾ അവർ അങ്ങനെ ഒരു ഗെയിം എടുക്കുന്നതിൽ തെറ്റുണ്ടെന്നൊന്നും അല്ല ഞാൻ പറയുന്നത്. ശരത്തിന് അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ കളിക്കാം, ഒരു തെറ്റുമില്ല. അപ്പോൾ ലൈവ് കണ്ടിരുന്ന സമയത്ത് ഞാനും വിചാരിച്ചു ഇവർ മനഃപൂർവ്വം ചെയ്യുന്നതായിരിക്കും എന്ന്. അത് കഴിഞ്ഞതിന് ശേഷം, ഈ ടാസ്കൊക്കെ കഴിഞ്ഞതിന് ശേഷം ശരത്ത് ആകെ ഡൗൺ ആയിരുന്നു. ടാസ്ക് നന്നായിട്ട് കളിക്കാൻ പറ്റിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പലയിടത്തും പോയിട്ട് സാഡായിട്ടിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ശരി അങ്ങനല്ല, ശരിക്കും ടെൻഷനായി പോയിട്ടാണ് അവർക്ക് നന്നായിട്ട് കളിക്കാൻ പറ്റാത്തതിലുള്ള ഒരു വിഷമമുള്ളതായിട്ട് തോന്നി. അപ്പം അനീഷ് പറയുകയാണ്, ഇവരെന്നെ മനഃപൂർവ്വം തോൽപ്പിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. എന്നാൽ രണ്ടാമത്തെ ടാസ്ക്, ഇന്നത്തെ ടാസ്ക് അവർ 100% നന്നായിട്ട് തന്നെയാണ് ആ ടാസ്ക് ചെയ്തിട്ടുള്ളതെന്നും അനീഷ് പറയുന്നുണ്ട്. അനീഷിൻ്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ അനീഷിൻ്റെ അവിടുത്തെ നിലനിൽപ്പിനെ ബാധിക്കുന്ന വിഷയമാണ്. അതുകൊണ്ട് തന്നെ അനീഷിന് തോന്നിയിട്ടുള്ള ടെൻഷൻ ഇങ്ങനൊരു അവസരം വന്ന സമയത്ത് അനീഷ് അവിടെ അവതരിപ്പിച്ചു എന്നുള്ളതാണ്. അതിനുശേഷം ശരത്ത് വന്നിട്ട് ശരത്തിൻ്റെ അഭിപ്രായം പറയുന്നുണ്ട്, ഞങ്ങൾ അത്രമാത്രം ആത്മാർത്ഥമായിട്ടാണ് ഈ ടാസ്കുകൾ ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്, എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ ശ്രമിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിനിടയ്ക്ക് അനീഷ് ഓരോന്ന് പറയുമ്പോഴത്തേക്കിനും മിണ്ടാതിരിടാ അവിടെ എന്ന് പറഞ്ഞിട്ട് ശരത്ത് സംസാരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് പറയുന്നത്, ഇവൻ മാനിപ്പുലേറ്റ് ചെയ്യുകയാണ് എല്ലാവരെയും. ഈ ഫ്രിഡ്ജിൻ്റെ ടാസ്ക് വന്ന സമയത്ത് ഞങ്ങൾ ആദ്യമേ ഇവിടുന്ന് പറഞ്ഞതാണ് ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട സാധനങ്ങൾ മാത്രം കളക്ട് ചെയ്യാമെന്ന്. അപ്പോൾ ഇവനാണ് പറഞ്ഞത് വലിയ പെട്ടി എടുക്കാനായിട്ട്. അനീഷ് പക്ഷേ പറഞ്ഞത് ഇന്നലത്തെ ടാസ്കിൻ്റെ കാര്യമാണ്. ഇന്നത്തെ ടാസ്ക് അവർ 100% നന്നായിട്ട് ചെയ്തു എന്നുള്ളതാണ് അനീഷ് പറഞ്ഞിരുന്നത്. പക്ഷേ ശരത്ത് പറയുന്നത് ഇന്നത്തെ ടാസ്കിൻ്റെ കാര്യം എടുത്തു വെച്ചിട്ടാണ്. അങ്ങനെ ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വഴക്കായ സമയത്ത് ബിഗ് ബോസ് പറയുന്നു, ശരി ഞാൻ ഇതിന് പരിഹാരം ഉണ്ടാക്കാം, നിങ്ങളുടെ സഹായികളെ തമ്മിൽ ഞാൻ ഷഫിൾ ചെയ്യാൻ പോവാണ്.
അപ്പോൾ ഒരു ബൗളിൽ ഈ 6 പേരൊഴികെ ബാക്കി എല്ലാവരുടെയും പേരെഴുതിയിട്ട് ചെറിയ പേപ്പറുകളിൽ എഴുതിയിട്ട് ഇട്ടിരിക്കുകയാണ്. അപ്പോൾ ഈ 6 പേര് വന്നിട്ട് 2 പേപ്പർ വീതം എടുക്കുക. അങ്ങനെ റെനേൻ്റെ സഹായിയായിട്ട് റെനയ്ക്ക് കിട്ടിയിട്ടുള്ളത് ബിന്നീനെയും ശരത്തിനെയാണ്. സരികയ്ക്ക് അക്ബറിനെയും അനൂനെയും, രേണുവിന് ഷാനവാസിനെയും നെവിനെയും, ശാരികയ്ക്ക് ബിൻസിനെയും അഭിലാഷിനെയും, ഒണിയിലിന് ജിസേലിനെയും ആര്യനെയും, അതുപോലെ അനീഷിന് കിട്ടിയിട്ടുള്ളത് ശൈത്യേനെയും നൂറേനെയും ആദിലേനെയാണ്. ഇതൊക്കെ കഴിഞ്ഞതിന് ശേഷം അനീഷ് ഈ ആദില, നൂറ, ശൈത്യ ഇവരോട് ഇരുന്ന് സംസാരിക്കുകയാണ്. എൻ്റെ ഇവിടുത്തെ നിലനിൽപ്പിനെ പറ്റിയിട്ട് എനിക്ക് കൃത്യമായിട്ടുള്ള ബോധ്യമുണ്ട്. ഇങ്ങനെ ഒരു അവസരം ബിഗ് ബോസ് തന്നപ്പോൾ ഞാനത് ഉപയോഗിച്ചു എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ ആദിൽ ചോദിക്കുന്നത് ഞങ്ങളെ വിശ്വാസം ഉണ്ടോ ചേട്ടാന്ന് ചോദിക്കുന്നു. അപ്പോൾ പറഞ്ഞു ഉറപ്പായിട്ടും നിങ്ങൾക്ക് തരുന്ന ടാസ്ക് നിങ്ങൾ കറക്റ്റായിട്ട് വായിച്ച് അത് റൂൾസ് ഫോളോ ചെയ്താൽ മാത്രം മതി എന്ന് പറയുന്നു. അതുപോലെ തന്നെ ചോദിക്കുന്നു ഈ കയ്യിൽ കിട്ടിയ താക്കോല് പ്രോപ്പറായിട്ട് ലോക്കിലിട്ട് തുറക്കാൻ പറ്റാത്തത് ആരുടെ കുറ്റാണ്, എൻ്റെ കുറ്റാണോ എന്ന് അനീഷ് ഇങ്ങനെ ഇവരോട് ചോദിക്കുന്നുണ്ട്. അതേ സമയത്ത് തന്നെ അപ്പുറത്ത് അനുവും ശരത്തും കൂടെ സംസാരിക്കുന്നു. ഈ താക്കോലൊക്കെ കയ്യിൽ കറക്റ്റായിട്ട് കിട്ടുക എന്ന് പറയുന്ന ഒരു നമുക്കത് ആ സമയത്ത് കിട്ടിയില്ല എന്ന്. അപ്പോൾ ഇപ്പുറത്ത് അനീഷ് ആദില, നൂറ, ശൈത്യ ഇവരോട് പറയുന്നു ഞാനൊരു ചതിയനായിരുന്നെങ്കിൽ ഞാൻ ഇതെല്ലാവരോടും പോയി പറഞ്ഞേനെ, അവർ ചെയ്തത് ശരിയല്ല, അതുപോലെ തന്നെ ബിഗ് ബോസിനോട് നേരിട്ടും പറഞ്ഞേനെ ഇവർ നന്നായിട്ട് പെർഫോം ചെയ്യുന്നില്ല എന്നുള്ളത്. ഇവിടെ ഇങ്ങനെ ഒരു അവസരം കിട്ടിയ സമയത്ത് ഞാൻ കറക്റ്റായിട്ട് ഉപയോഗിച്ചു എന്ന് അനീഷ് പറയുന്നു. അതിനുശേഷം കിച്ചണിലെ മോഷണത്തിനെ പറ്റിയിട്ട് ഷാനവാസ് പറയുകയാണ്. ഈ പൊണ്ണനെ അനീഷിനെയാണ് പറയണേ, ഈ പൊണ്ണനെ ഞാൻ കിച്ചൺ ക്യാപ്റ്റൻ ആക്കിയിട്ട് ഇവിടെയുള്ള സാധനങ്ങളൊക്കെ മോഷ്ടിച്ചുകൊണ്ട് പോകുമ്പോൾ ഈ പൊണ്ണൻ എന്തെടുത്തുകൊണ്ട് നിൽക്കുമായിരുന്നു, ഇവിടെ ആൾക്കാർക്ക് ഭക്ഷണം കിട്ടാതിരിക്കില്ലേ, ഇങ്ങനൊരു കഴുത എന്നൊക്കെ പറഞ്ഞിട്ട് അനീഷിനെ ഇങ്ങനെ എന്തിനാണ് മര്യാദയ്ക്ക് അങ്ങ് സംസാരിച്ചാൽ പോരെ, ഇമാതിരിയുള്ള വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഉപയോഗിച്ച് ഇത് കണ്ടുകൊണ്ടിരിക്കുന്നവരെയും കൂടെ വെറുപ്പിക്കുന്നത് എന്തിനാണ്. അപ്പോൾ നെവിനാണ് സ്ഥിരം മോഷ്ടാവ്. ഇപ്പോൾ കിച്ചൺ ഡ്യൂട്ടിയിലുള്ള ആരും എടുത്തു തന്നതല്ല, അത് നെവിൻ തന്നെ മോഷ്ടിച്ചതാണെന്ന് നെവിനും പറയുന്നു. അത് കഴിഞ്ഞതിന് ശേഷം വീണ്ടും അനീഷ് തന്നെയാണ് വിഷയം. ഈ ചോറ് വേവിക്കുന്ന സമയത്ത് ചോറ് കരിഞ്ഞു പോയി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒരു സംസാര വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ അനീഷ് ഒരു സംശയം ചോദിച്ചതാണ് ആ ചോറ് വെക്കണോ അത് കളയണോ എന്നുള്ളത്. അപ്പോൾ അനീഷ് ചോറ് കളയണമെന്നും പറഞ്ഞ് ഷാനവാസ്, അക്ബർ, ശരത്ത്, ഒണിയൽ, സരിക, ആര്യൻ ഇവരെല്ലാവരും കൂടെ വട്ടം കൂടി നിന്നിട്ട് എന്തെന്നാണ് വായി തോന്നിയതൊക്കെ വിളിച്ചു പറയാണ് പിന്നെ അനീഷിനെ. അപ്പോൾ അത് എപ്പിസോഡിൽ കാണിച്ചില്ല കേട്ടോ, ലൈവിൽ ബിൻസിയും ശൈത്യം കൂടെ നിന്നിട്ട് സംസാരിക്കുന്നുണ്ട്. ശരിക്കും അനീഷേട്ടൻ്റെ ഭാഗത്താണ് ന്യായമുള്ളത്. പക്ഷെ ന്യായം അനീഷേട്ടൻ്റെ ഭാഗത്താണെങ്കിലും അയാളുടെ കയ്യിലിരിപ്പ് കാരണം സപ്പോർട്ട് ചെയ്ത് സംസാരിക്കാനായിട്ട് തോന്നത്തില്ല. പിന്നെ ഉച്ചയ്ക്ക് ഈ സരികേൻ്റെ പ്രശ്നം ഉച്ചയ്ക്ക് കുറച്ച് ചോറ് അധികം കൊടുത്തില്ല എന്നുള്ളതാണ്. അപ്പം ബിൻസി പറയുന്നത് അത് അനീഷേട്ടൻ എല്ലാവരോടും പറഞ്ഞിരുന്നു നിങ്ങൾക്ക് ആവശ്യമുള്ള ചോറ് എടുക്കുക, കാരണം കുറേ ആൾക്കാർ ചോറ് വേസ്റ്റ് ആക്കുന്നുണ്ട്, കളയുന്നുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടി പറഞ്ഞു ആദ്യം നിങ്ങൾ കുറച്ച് ചോറ് എടുക്കുക, എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും എടുക്കുക എന്നുള്ളത് പറഞ്ഞു. അതിനാണ് ഇങ്ങനെ കിടന്നുകൊണ്ട് ഈ ഇത്രയും പ്രശ്നം ഉണ്ടാക്കുന്നത്. ഇവർക്കൊക്കെ ആകെ ഒരു കണ്ടന്റ് ഉണ്ടാക്കാനായിട്ടുള്ള ഒരാൾ അനീഷേട്ടൻ മാത്രമാണ്. അതുകൊണ്ടാണ് എന്തെങ്കിലും ഒരു വാക്ക് പറയുമ്പോഴത്തേക്കിനും പോയി ഈ തരത്തിൽ ആക്രമിക്കുന്നതെന്നൊക്കെ ബിൻസി പറയുന്നുണ്ട്. പക്ഷെ അത് എപ്പിസോഡിലൊന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ ശൈത്യ പറയുന്ന അതിന് ഇപ്പം ആ ചേട്ടനൊന്നും പറഞ്ഞില്ലല്ലോ, അത് അറിയാത്തത് കൊണ്ട് അത് വെക്കണോ അത് കളയണോ എന്ന് ചോദിച്ചതല്ലേ ഉള്ളൂ, ഇതിന് മാത്രം കിടന്ന് ബഹളം ഉണ്ടാക്കുന്നത് എന്തിനാന്ന് ശൈത്യയും ബിൻസിയും കൂടെ രഹസ്യമായിട്ട് അവിടെ നിന്ന് പറയുന്നുണ്ട്. അതിനുശേഷമാണ് ഈ പ്രൊമോയിലൊക്കെ കാണിച്ചിട്ടുള്ള മേക്കപ്പിൻ്റെ ഇഷ്യൂ ജിസേലുമായിട്ടുള്ളത്. ജിസേൽ അടുക്കളയിൽ നിന്ന് മുഖത്ത് എണ്ണ തേച്ചിട്ട് ഈ മേക്കപ്പ് കളയാനായിട്ട് ടിഷ്യൂ പേപ്പറിൽ ഇങ്ങനെ തുടച്ചുകൊണ്ട് പോകുന്നത് അനുമോള് കണ്ടു. അനുമോള് രാവിലെ തൊട്ട് ജിസേലിൻ്റെ പുറകെയാണ്. അപ്പോൾ ജിസേലിൻ്റെ പുറകെ പോയി ജിസേൽ ആ ടിഷ്യൂ പേപ്പർ മറ്റേ വേസ്റ്റ് ബിന്നിലിട്ട സമയത്ത് അനുമോളത് കറക്റ്റായിട്ട് എടുത്തു. എന്നിട്ട് ജിസേലിനോട് ചോദിച്ചു ഇതെന്താണ്, ഇത് ഫൗണ്ടേഷൻ അല്ലേ, ഞാൻ മേക്കപ്പ് ഉപയോഗിക്കുന്ന ഒരാളാണ്, ജിസേൽ ഇവിടെ മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് എന്ന് എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ ജിസേൽ തിരിച്ചു പറയുന്നു നിൻ്റെ ചുണ്ട് എന്താ ചുവന്നിരിക്കുന്നത്, നീ ലിപ്സ്റ്റിക് ഇട്ടില്ലേ. അപ്പോൾ അതിലെയും നൂറയും ശൈത്യയൊക്കെ കൂടെ പറയുന്നു അത് ലിപ്സ്റ്റിക് അല്ല ബീട്രൂട്ടാണെന്ന്. അപ്പോൾ ജിസേൽ പറയുന്നു അവരുപയോഗിച്ച് കഴിഞ്ഞാൽ ബീട്രൂട്ട്, ഞാൻ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ലിപ്സ്റ്റിക്ക്. അപ്പോൾ ജിസേൽ ആവർത്തിച്ച് പറയുന്നു ജിസേലിൻ്റെ കയ്യിൽ ഒരു സാധനവും ഇല്ല, എൻ്റെ കയ്യിൽ ഫൗണ്ടേഷനും ഇല്ല ലിപ്സ്റ്റിക്കും ഇല്ല എന്ന്. അങ്ങനെ ജിസേലിൻ്റെ കബോർഡിലൊക്കെ പോയിട്ട് പരിശോധിച്ച് നോക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ ആർക്കും ഒന്നും കിട്ടുന്നില്ല. ഇത് തുടച്ചിട്ടുള്ള ഈ ഫൗണ്ടേഷൻ തുടച്ചിട്ടുള്ള ടിഷ്യൂ പേപ്പർ മാത്രമാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതെല്ലാവരെയും കാണിച്ചിട്ട് പറയുന്നുണ്ട് ഇത് ഫൗണ്ടേഷൻ തന്നെ
തന്നെയാണ്. ഞാൻ അനുമോള് പറയുന്നതാണ്, ഇത് ഫൗണ്ടേഷൻ തന്നെയാണ്, ഞാൻ മേക്കപ്പ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന ഒരാളാണ്, അതുകൊണ്ട് എനിക്കത് അറിയാമെന്ന് പറയുന്നു. അപ്പോൾ അനുമോൾ ഈ ശൈത്യേൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, ഈ ബാക്കിയുള്ള ആരും എന്താണ് ഈ ജിസേലിനെതിരെ ഒന്നും പറയാത്തത്, അവർക്കൊക്കെ ജിസേലിനെ പേടിയാണോ എന്നൊക്കെ അനു ചോദിക്കുന്നുണ്ട്. ഇപ്പം ജിസേലിൻ്റെ വിഷയം കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ നെവിൻ്റെ മോഷണവും കാണിക്കണം. നെവിൻ പൊട്ടറ്റോ ചിപ്സ് ഉണ്ടാക്കുകയാണ് രാത്രി മോഷ്ടിച്ചിട്ട്. അങ്ങനെ ഇത്രയേ ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ എപ്പിസോഡിൽ.